സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾ നിയമസഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി വിഷയം അവതരിപ്പിക്കും. മുഖ്യമന്ത്രി സഭയിൽ നിലപാട് വ്യക്തമാക്കും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇന്ന് നിയമസഭയിൽ ഈ ഒരു പോലീസ് അതിക്രമങ്ങളടക്കം ഉയർത്താനാണ് ഈ ഒരു പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രി അതിന് ഈ ഒരു സഭയിൽ നിലപാട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിയമസഭയുടെ രണ്ടാം ദിവസമാണ് ഇന്ന്. ഇന്നലെ ചരമോപചാരം അർപ്പിക്കുന്ന മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിയമസഭ വളരെ ശക്തമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് വേദിയാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യപ്പെടുന്ന പോലീസ് അതിക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ തന്നെ ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ നിയമസഭയിൽ തീരുമാനം. പ്രതിപക്ഷം അത് തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നു. റോജിയം ജോൺ ആയിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു അടിയന്തര പ്രമേയം സഭയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ 2 വർഷം മുമ്പുള്ളതാണെങ്കിൽ പോലും അത് പിന്നീട് വിവരാവകാശ രേഖകൾ വഴി പുറത്തു കൊണ്ടുവരികയും ഇത്തരം ദൃശ്യങ്ങൾ ഒളിച്ചു വെക്കുവാൻ പോലീസ് നടത്തിയ നീക്കങ്ങൾ അത് വലിയ തരത്തിൽ ചർച്ചയാവും. ഒപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സമരം ചെയ്ത KSU പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ചുകൊണ്ട് കോടതിയിൽ എത്തിച്ച സംഭവങ്ങൾ ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയാവും. കാരണം കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, അതായത് നിയമസഭയ്ക്ക് പുറത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇവിടുത്തെ പോലീസ് അതിക്രമവും പ്രശ്നങ്ങളും തന്നെയാണ്. അത്തരത്തിൽ പോലീസ് അതിക്രമങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു വേദിയായി നിയമസഭ ഇന്ന് മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് പോലീസ് അതിക്രമം. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ വലിയ തരത്തിൽ പുറത്തേക്ക് വന്നിരുന്നു. അത് നവമാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു. അങ്ങനെ വലിയ വിഷയമായിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെയും ഒപ്പം മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്ന പോലീസ് അതിക്രമങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ ഒരു പക്ഷേ നിയമസഭയിൽ നിന്ന് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് എത്തുമോ അല്ലെങ്കിൽ സഭാ സമ്മേളനത്തിൽ വരാതിരിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും ഒരു സങ്കീർണമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് ഉള്ള വിയോജിപ്പ് നേരത്തെ അദ്ദേഹം പ്രത്യക്ഷമായി പ്രതിപക്ഷ നേതാവ് പ്രകടമാക്കിയില്ലെങ്കിൽ തന്നെയും ഇന്നലത്തെ KPCC നിർവാഹക സമിതി യോഗത്തിൽ അദ്ദേഹം രാഹുൽ വിഷയത്തിൽ ഒരു വാക്കുപോലും ഉരിയാടാതെ വെറുതെ മൗനം പാലിച്ച് ഇരിക്കുകയായിരുന്നു. കാരണം ഒരു സഭാ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയ നീക്കം അതായത് പൂർണ്ണമായും പാർലമെന്ററി പാർട്ടി ലീഡറാണ് ഈ പ്രതിപക്ഷ നേതാവ് സഭയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ പങ്കെടുക്കാൻ എത്തിയത് ഒരു ധിക്കാരമായിട്ടാണ് ഇപ്പോൾ VD സതീശനെ അനുകൂലിക്കുന്ന ആളുകൾ കാണുന്നത്. കാരണം ഇവിടെ കേരളത്തിലെ കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് വീണ്ടും തലപൊക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് കരുതാൻ. കാരണം ഗ്രൂപ്പ് നേതാക്കന്മാരുടെ പിന്തുണയും മൗന അനുവാദത്തോടു കൂടിയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം സഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കിലാണ് ഇരുന്നെങ്കിൽ പോലും ആ സഭ തുടങ്ങിയതിന് ശേഷവും സഭ അവസാനിക്കുന്നതിന് മുമ്പ് പോവുകയും ചെയ്തൊരു സാഹചര്യം. അപ്പോൾ ഇതൊരു വെല്ലുവിളിയായിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ കാണുന്നത്. അത്തരത്തിലുള്ളൊരു നീക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. അതേസമയം ചില ആളുകൾ പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ആളല്ല, പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്, MLA ആണ്, പാലക്കാടിന്റെ MLA ആണ്. അതുകൊണ്ട് ആണ് അദ്ദേഹം വന്നതെന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതിനോട് കടുത്ത വിയോജിപ്പ് പ്രതിപക്ഷ നേതാവിനുണ്ട്. അതേസമയം സഭാതലത്തിൽ ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും കാരണവശാൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഭരണപക്ഷത്തിന് ഏറ്റവും വലിയ പിടിവള്ളിയായി അത് മാറപ്പെടും. കാരണം പ്രതിപക്ഷം ഉയർത്തുന്ന ഓരോ ആരോപണങ്ങളെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നങ്ങളിൽ പിടിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ ഭരണപക്ഷം തയ്യാറാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷം ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തണം എന്നൊരു താല്പര്യമാണ് ഭരണപക്ഷത്തിന് ഉള്ളത്. അതേസമയം പ്രതിപക്ഷമാകട്ടെ ഈ രാഹുൽ മാങ്കൂട്ടം പരമാവധി വരാതിരിക്കണം എന്നുള്ളൊരു താല്പര്യം അവർക്കുമുണ്ട്. എന്തായാലും നിയമസഭ ഇന്ന് മുതൽ ശക്തമായ വാദപ്രതിവാദങ്ങളുടെ വേദിയായി മാറും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇത് മാത്രമല്ല,
പോലീസ് അതിക്രമങ്ങൾ മാത്രമല്ല, സമീപകാലത്തുണ്ടായിരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. സാങ്കേതികമായി ഉന്നയിക്കപ്പെടേണ്ടതായ പല പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട വന്യജീവി ഭേദഗതി ബില്ല് കൊണ്ടുവന്നത് അത് 1972 ഒരു ബില്ലാണ്, കേന്ദ്ര സർക്കാരിന്റെ ബില്ലാണ്. ഷെഡ്യൂൾഡ് 1-2 വിഭാഗത്തിൽപ്പെട്ട ജന്തുക്കളെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് പാടില്ല, അവയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വാദിക്കപ്പെടുന്ന 1972 ആ നിയമം ഭേദഗതി ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ഒരു പുതിയ ബില്ല് കൊണ്ടുവന്നത്. അത് നിയമസഭയിൽ ചർച്ചയ്ക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം പ്രായോഗികമാകും എന്നുള്ളതാണ് അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ പരാമർശം. കാരണം കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമത്തെ സംസ്ഥാന സർക്കാരിന് ഒരിക്കൽ പോലും ഭേദഗതി ചെയ്യാനാകില്ല. ഈ പുതിയ നിയമം അനുസരിച്ച് പന്നി ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അവയെ ഭക്ഷിക്കാനുള്ള അനുമതി കൂടി നൽകുന്നതാണ് ഈ ബില്ല്. അത്തരത്തിൽ ഉള്ള ഒരു ബില്ലിന് കേന്ദ്രം ഒരിക്കൽ പോലും അനുമതി നൽകില്ല. പിന്നെ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ബില്ലിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുവാൻ LDF ഒരു നീക്കം നടത്തും. അതായത് 7 ബില്ലുകളാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ പ്രധാനമായും പാസ്സാക്കുന്നതിനും ചർച്ചയ്ക്കും വേണ്ടി കൊണ്ടുവരുന്നത്. ആ ബില്ലുകളൊക്കെ തന്നെ ജനങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ബില്ലുകളാണെന്നാണ് പ്രതിപക്ഷം വാദിക്കുന്നത്. അത്തരത്തിൽ ഓരോ ബില്ലുകളുടെ മേലിലും വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. തീർച്ചയായും ബിനോയ്, അതുപോലെ തന്നെ ഈ ഒരു ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു വയനാട്ടിലെ ആത്മഹത്യകളടക്കം ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷത്തിനെതിരെ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടോ? തീർച്ചയായും. അതായത് കോൺഗ്രസിന്റെ ഭാഗത്ത് എവിടെയൊക്കെ വീഴ്ചകൾ ഉണ്ടോ ആ വീഴ്ചകളൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിയമസഭാ തലത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം ഭരണപക്ഷം നടത്തും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും NM വിജയന്റെ ആത്മഹത്യയും തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ ബന്ധു ആത്മഹത്യക്ക് ശ്രമിച്ചതുമൊക്കെ തന്നെ വലിയ തരത്തിൽ സഭാതലത്തിൽ ചർച്ചയാക്കാൻ ശ്രമം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. കാരണം MV ജയരാജനെ പോലുള്ള ഒരു മുതിർന്ന CPI നേതാവ് അവിടെ എത്തുകയും അവരുടെ കടം അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം തന്നെ വലിയ തരത്തിൽ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ കോൺഗ്രസിന്റെ വീഴ്ചകളെ കൃത്യമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിരോധിക്കുവാൻ ഭരണപക്ഷം തയ്യാറാകുമെന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലൊരു നീക്കം തന്നെ കോൺഗ്രസിന്റെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകും. എന്തായാലും ഇന്ന് പോലീസ് അതിക്രമങ്ങളും കേരളത്തിലെ പ്രതിസന്ധികളും അതിക്രമങ്ങളും തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികളും ഒക്കെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ അടിയന്തര പ്രമേയമായി വരാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ അതിന്റെ അവതാരകൻ റോജിം ജോൺ ആയിരിക്കും. റോജിം ജോൺ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷ നേതാവ് ഓരോ വിഷയങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലെ ചർച്ചയിലേക്ക് കൊണ്ടുപോകും. ഒരുപക്ഷെ ഈ അടിയന്തര പ്രമേയത്തിന് മേൽ ചർച്ച ഉണ്ടാകുമോ എന്നുള്ളത് പിന്നീട് അറിയാൻ പറ്റും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന അടിയന്തര പ്രമേയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നു അല്ലെങ്കിൽ ഭരണപക്ഷം തയ്യാറാകുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ ചർച്ച ചെയ്ത് ആ വിഷയങ്ങൾ വോട്ടിനിട്ട് തള്ളിക്കളയാനുള്ള ഒരു അധികാരം കൂടി ഭരണപക്ഷത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആ ചർച്ച ഒരു പക്ഷേ 2-3 മണിക്കൂർ നീളാനുള്ള സാധ്യതയും ഉണ്ട്. ശരി. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾ നിയമസഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി വിഷയം അവതരിപ്പിക്കും. മുഖ്യമന്ത്രി സഭയിൽ നിലപാട് വ്യക്തമാക്കും. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.